നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 177ാമത്തെ എപ്പിസോഡാണ്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സംഖ്യാജ്യോതിഷം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ നേടാൻ കഴിയുന്ന പ്രയോജനങ്ങളെ പറ്റിയാണ്. അതിൻ്റെ ടൈറ്റിൽ തന്നെ ദി ടോപ്പ് സീക്രട്സ് ഇൻ ന്യൂമറോളജി വിച്ച് ഹെൽപ്സ് എസ് ടു എ സേഫ് ലൈഫ്. ഇത് പുരാണങ്ങളിലും താന്ത്രിക ഗ്രന്ഥങ്ങളിലും ഒക്കെ ഉള്ള ഒരു എൻ്റെ അറിവിൻ്റെ ഒരു ചുരുക്കം ആയിട്ടാണ് ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അപ്പം ആദ്യം സംഖ്യാജ്യോതിഷത്തിൽ പ്രധാനപ്പെട്ട 3 നമ്പറുകളെ പറ്റി പറയാം. ഒന്നാമത്തേത് ലക്കി നമ്പറാണ്. ലക്കി നമ്പർ അത് കണ്ടുപിടിക്കുന്നത് നമ്മൾ ജനിച്ച ഇംഗ്ലീഷ് മാസത്തിലെ ഡേറ്റ് നോക്കിയാണ്. ഇപ്പം 10-ാം തീയതി ആണെങ്കിൽ 1 + 0 1, 10-നെ 1 ആയിട്ടാണ് കാണുന്നത്. 9 വരെയുള്ളത് അറിയാമല്ലോ. 1 മുതൽ 9 വരെയുള്ള നമ്പറുകളെല്ലാം ഇതിനകത്ത് ബേസിക് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. 1 മുതൽ 9 വരെ. 9 കഴിഞ്ഞ് പിന്നെ 31 വരെ ഡേറ്റ് ഉണ്ടല്ലോ. അപ്പം 10-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള എല്ലാ ഡേറ്റുകളും നമ്മൾ അത് ഒരു ഒറ്റ നമ്പറാക്കും. അതായത് 11 കഴിഞ്ഞ് 12 ആണെങ്കിൽ 1 + 2 3 3 അങ്ങനെ 31 ആണെങ്കിൽ 3 1 4 അങ്ങനെ എല്ലാ നമ്പറുകളും ഒരു മാസത്തിലെ എല്ലാ നമ്പറുകളും നമ്മൾ ഒറ്റ നമ്പർ ആക്കിയിട്ടാണ് ഈ സംഖ്യാജ്യോതിഷത്തിൽ കണക്ക് എടുക്കുന്നത്. പിന്നെ ഈ സംഖ്യകളുടെ ഒരു പ്രത്യേകതയുണ്ട്. 1 4 എന്ന് പറയുന്നത് സൂര്യനെയാണ്. അത് നമ്മൾ സൂര്യന് പകരമായിട്ടാണ് 1 4 പറയുന്നത്. അപ്പോൾ 1 4 ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവർ സൂര്യനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ 2 7 ആണെങ്കിൽ ചന്ദ്രനെയാണ്. അതുപോലെ 3 ആണെങ്കിൽ അത് വ്യാഴത്തിനെയാണ്, ആ ഗ്രഹത്തിനെയാണ് കാണിക്കുന്നത്. പിന്നെ 5 ആണെങ്കിൽ മെർക്കുറി, അതായത് ബുധനെയാണ് കാണിച്ചിരിക്കുന്നത്. 6 ആണെങ്കിൽ വീനസ്, ശുക്രൻ. പിന്നെ 8 ആണെങ്കിൽ സാറ്റേൺ അല്ലെങ്കിൽ ശനി. അപ്പോൾ എല്ലാമായി. സൂര്യൻ എന്ന് പറഞ്ഞാൽ 1 4, ചന്ദ്രൻ 2 7, പിന്നെ വ്യാഴം 3, ബുധൻ 5, ശുക്രൻ 6, ശനി 8. ഇനി ബേസിക് നമ്പേഴ്സിൽ ഓരോ നമ്പറിനും അട്രാക്റ്റീവ് നമ്പറും റിപ്പൾസീവ് നമ്പറും ഉണ്ട്. ഓരോ നമ്പറിനും. ഇപ്പം ബർത്ത് നമ്പറിന് നമ്മളിപ്പം 1 എന്ന് പറയുന്നത് 10-ാം തീയതി, 19-ാം തീയതി, 28-ാം തീയതി, അങ്ങനെ ഒരു മാസം ഈ 4 ദിവസം ജനിച്ചവരെയാണ് ഈ 1-ാം നമ്പറുകാരെന്ന് പറയുന്നത്. ബർത്ത് നമ്പർ 1 എന്ന് പറയുന്നത്. അവരുടെ അട്രാക്റ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 4ഉം 8ഉമാണ്. അട്രാക്റ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയല്ലേ, ഫസ്റ്റ് സൈറ്റിൽ ഒരാളിനെ നമ്മൾ ഇഷ്ടപ്പെടുമെന്നും ഫസ്റ്റ് ലവ് ഇൻ ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടണമെങ്കിൽ ഈ അട്രാക്റ്റീവ് നമ്പർ ഉള്ള ആളിനെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റൂ. അതിന് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനമുണ്ട്. ഓറ എന്ന് പറഞ്ഞൊരു ഒരു വളയം നമ്മുടെ ചുറ്റുമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ച കാര്യമാണ്. അപ്പം ഈ 1-ാം നമ്പറുകാർക്കും 4 8 ഇവർക്കെല്ലാം ഒരേപോലെയുള്ള ഈ ഓറ അല്ലെങ്കിൽ ഈ പ്രകാശവളയമാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവർ എന്നെ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ റിപ്പൾസീവ് നമ്പറും ഉണ്ട്. ഈ 1-ന് തന്നെയുള്ള റിപ്പൾസീവ് നമ്പർ, അതായത് ആ നമ്പറുകാരുമായിട്ട് ഒരിക്കലും അവർ ചേരാൻ പറ്റത്തില്ല. ചിലർ നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റാത്ത ആളുകളെ കണ്ടിട്ടില്ലേ. ബന്ധമുണ്ടെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അവർ. ആ നമ്പറുകളെന്ന് പറയുന്നത് 6ഉം 7ഉമാണ്. അപ്പോൾ ബർത്ത് നമ്പർ 1-ന് അട്രാക്റ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 4ഉം 8ഉം, റിപ്പൾസീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 6ഉം 7ഉമാണ്. അതുപോലെ തന്നെ 2-ന് ബർത്ത് നമ്പർ 2 എന്ന് പറയുന്നത് 11 20 29 ഒരു മാസത്തിലുള്ള, അത് 7ഉം 9ഉമാണ് അട്രാക്റ്റീവ് നമ്പേഴ്സ്. അവരുടെ റിപ്പൾസീവ് നമ്പേഴ്സ് ഒരെണ്ണേ ഉള്ളൂ, 5 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബർത്ത് നമ്പർ 3 എന്ന് പറയുന്നത്, അതായത് 12 21 30 ഒരു മാസത്തെ, ആ 3 നമ്പറും ഈ 3 എന്ന് പറയുമ്പോൾ മൊത്തം 4 നമ്പറുകൾ. ഈ 12 എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത്, 21 എന്ന് പറയുന്നത് 3, 30 എന്ന് പറയുന്നത് 3. ഈ 3 എന്നുള്ള ബർത്ത് നമ്പറിന് അട്രാക്റ്റീവ് നമ്പർ 5 6 9 3 ഉണ്ട് അട്രാക്റ്റീവ് നമ്പേഴ്സ്. 5 ആകാം, 6 ആകാം, 9 ആകാം. അതുപോലെ റിപ്പൾസീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഉള്ളൂ, 4ഉം 8ഉം. ഇത് ഈജിപ്ഷ്യൻ ന്യൂമറോളജിയിലുള്ളതാണ്. ഈജിപ്തുകാരുടെ ആണ് ഇതിൻ്റെ ഈ കണ്ടുപിടുത്തം. പിന്നെ 4-ാമത്തെ ബർത്ത് നമ്പർ 4 എന്ന് പറയുന്നതിന് 13 22 31 ഒരു മാസത്തെ, 31 വരെയുള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പം. അപ്പോൾ അത് 4 എന്ന് പറയുന്നതാണ് അവരുടെ ബർത്ത് നമ്പർ. അത് അവരുടെ അട്രാക്റ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ 1ഉം 8ഉമാണ്. അതുപോലെ റിപ്പൾസീവ് നമ്പർ എന്ന് പറയുന്നത് 3ഉം 5ഉമാണ്.
അതുപോലെ 5, 14, 23 ഒരു മാസത്തെ 14ഉം 23 എന്ന് പറയുന്നത് 5ആണല്ലോ. 14 4 1 5, 23 2 അധികം 3 = 5. ഇങ്ങനെ 5 എന്നുള്ളതും 3 നമ്പറുണ്ട്. ഒരു മാസത്തിലെ 3 ഡേറ്റിലും ഈ 5 വരും. 5-ാം തീയതി വരും, 14-ാം തീയതി വരും, 23-ാം തീയതി വരും. അവരുടെ അട്രാക്റ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ 3ഉം 9ഉം. അവരുടെ റിപ്പൾസീവ് നമ്പർ 2ഉം 4ഉം. ഒന്നുകൂടെ പറയാം. ബർത്ത് നമ്പർ 5ആണെങ്കിൽ അട്രാക്റ്റീവ് നമ്പേഴ്സ് 3ഉം 9ഉം, റിപ്പൾസീവ് നമ്പേഴ്സ് 2ഉം 4ഉം. അതുപോലെ ബർത്ത് നമ്പർ 6ആണെങ്കിൽ അവരുടെ അട്രാക്റ്റീവ് നമ്പേഴ്സ് 3ഉം 9ഉം. മറ്റേ 5ൻ്റെ തന്നെ അതേപോലെ തന്നെ 6നും അട്രാക്റ്റീവ് നമ്പേഴ്സ് ഒന്നും തന്നെ 3ഉം 9ഉം. പക്ഷേ റിപ്പൾസീവ് നമ്പർ വ്യത്യാസമുണ്ട്, 1ഉം 8ഉമാണ്. അതുപോലെ തന്നെ 7 എന്ന് പറയുന്ന ബർത്ത് നമ്പർ, അതായത് 16ഉം 25 ഒരു മാസത്തെ 16-ാം തീയതി ആയാലും 25-ാം തീയതി ആയാലും 7-ാം തീയതി ആയാലും ബർത്ത് നമ്പർ 7 എന്നാണ് പറയുന്നത്. അവരുടെ അട്രാക്റ്റീവ് നമ്പർ എന്ന് 2ഉം 6ഉമാണ്. റിപ്പൾസീവ് നമ്പർ എന്ന് പറഞ്ഞാൽ 1ഉം 9ഉമായിട്ട് വരും. അപ്പം അട്രാക്റ്റീവ് നമ്പർ 2, 6, റിപ്പൾസീവ് നമ്പർ 1, 9. ഇനി ബർത്ത് നമ്പർ 8ആണെങ്കിൽ അത് 17-ഉം 17-ാം തീയതി 26-ാം തീയതി ജനിക്കുന്നവരെല്ലാം 8 നമ്പർ വരെ. അവരുടെ അട്രാക്റ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ 1ഉം 4ഉമാണ്. റിപ്പൾസീവ് നമ്പർ എന്ന് പറഞ്ഞാൽ 3ഉം 6ഉമാണ്. അതുപോലെ തന്നെ ബർത്ത് നമ്പർ 9, അതായത് 18-ാം തീയതി 27-ാം തീയതി 9-ാം തീയതി ഈ 3 ദിവസം ജനിക്കുന്നവരും ബർത്ത് നമ്പർ 9 വരെ. അവരുടെ അട്രാക്റ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ 2, 3, 6 എന്നാണ്. പിന്നെ അവരുടെ റിപ്പൾസീവ് നമ്പർ എന്ന് പറഞ്ഞാൽ 7ആണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇതെല്ലാം പറയാം. അറിവിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറിച്ചെടുക്കണം. അത് ബർത്ത് നമ്പർ 1 ഉള്ളവർക്ക് 4ഉം 8ഉം അട്രാക്റ്റീവ് നമ്പർ, റിപ്പൾസീവ് നമ്പർ 6ഉം 7ഉം. ബർത്ത് നമ്പർ 2 ഉള്ളവർക്ക് അട്രാക്റ്റീവ് നമ്പർ 7ഉം 9ഉം, റിപ്പൾസീവ് നമ്പർ 5. അത് ബർത്ത് നമ്പർ 3 ഉള്ളവർക്ക് അട്രാക്റ്റീവ് നമ്പർ 5, 6, 9, റിപ്പൾസീവ് നമ്പർ 4ഉം 8ഉം. അതുപോലെ ബർത്ത് നമ്പർ 4 ഉള്ളവർക്ക് അട്രാക്റ്റീവ് നമ്പർ 1ഉം 8ഉം, റിപ്പൾസീവ് നമ്പർ 3ഉം 5ഉം. അതുപോലെ ബർത്ത് നമ്പർ 5 ഉള്ളവർക്ക് അട്രാക്റ്റീവ് നമ്പർ 3ഉം 9ഉം, റിപ്പൾസീവ് നമ്പർ 2ഉം 4ഉം. അതുപോലെ അട്രാക്റ്റീവ് നമ്പർ 6 ഉള്ളവർക്ക് അട്രാക്റ്റീവ് നമ്പർ 3ഉം 9ഉം തന്നെ, റിപ്പൾസീവ് നമ്പർ വ്യത്യാസമുണ്ട്, 1ഉം 8ഉമാണ്. അതുപോലെ അട്രാക്റ്റീവ് നമ്പർ 7 ഉള്ളവർക്ക് ബർത്ത് നമ്പർ 7 ഉള്ളവർക്ക് അട്രാക്റ്റീവ് നമ്പർ 2ഉം 6ഉമാണ്, റിപ്പൾസീവ് നമ്പർ 1ഉം 9ഉമാണ്. അതുപോലെ തന്നെ 8 ബർത്ത് നമ്പർ 8 ഉള്ളവർക്ക് അട്രാക്റ്റീവ് നമ്പർ 1ഉം 4ഉമാണ്, റിപ്പൾസീവ് നമ്പർ 3ഉം 6ഉമാണ്. അതുപോലെ ബർത്ത് നമ്പർ 9 ഉള്ളവർക്ക് അട്രാക്റ്റീവ് നമ്പർ 2ഉം 3ഉം 6, 3 എണ്ണമുണ്ട്, 2, 3, 6. അതിൽ റിപ്പൾസീവ് നമ്പർ 7ഉമാണ്. ഇതൊക്കെ ഈജിപ്ഷ്യൻ സംഖ്യാ ജ്യോതിഷം അനുസരിച്ചുള്ളതാണ്. ഇനിയാണ് ഞാൻ ടോപ്പ് സീക്രട്ട് ഓഫ് ദിസ് ന്യൂമറോളജി എന്താണെന്ന് പറയാൻ പോകുന്നത്. അതായത് എല്ലാ ബർത്ത് നമ്പറുകാർക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്പറിലോ ഉള്ള ഭർത്താക്കന്മാരെയോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തിരിച്ചോ, അതായത് പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കിട്ടണമെന്നില്ല. കാരണം അതാണല്ലോ ലോകം. നമ്മൾ പലരും പിന്നെ അറേഞ്ച്ഡ് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും നോക്കിയല്ല കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിഹാരമായിട്ട് ഒരു താന്ത്രിക പുസ്തകത്തിൽ പറയുന്നതാണ്. മാന്ത്രികമല്ല, താന്ത്രിക പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, സംസ്കൃത പുസ്തകമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ആത്മാവിൻ്റെ മോചനത്തിനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 25 രുദ്രാക്ഷം അറിയാമല്ലോ. ഈ രുദ്രാക്ഷമുള്ളൊരു മാല കയ്യിൽ വെച്ചിട്ട് 25 തവണ ഓം നമഃ ശിവായ എന്ന് ഒരു ദിവസം ചൊല്ലിയാൽ മതി. നിങ്ങളുടെ ആത്മാവിന് മോചനം കിട്ടുമെന്നാണ് താന്ത്രിക ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സമ്പത്തും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 30 രുദ്രാക്ഷമുള്ള മാല വേണം ഉപയോഗിക്കാൻ. 30 തവണ ഓം നമഃ ശിവായ ചൊല്ലുകയും വേണം. ഇനി 54 രുദ്രാക്ഷങ്ങളുള്ള മാല വെച്ചിട്ട് ഓം നമഃ ശിവായ ചൊല്ലിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും സാധിക്കും. അതായത് സമ്പത്ത്, വിവാഹം, കുട്ടികൾ, ജോലിയിൽ ഉയർന്ന സ്ഥാനം മുതലായവയെല്ലാം. അതിനിത് പിന്നെ ഈ രുദ്രാക്ഷം വീട്ടിൽ തന്നെ പൂജാമുറി സൂക്ഷിച്ചാൽ മതി, അല്ല കൊണ്ടു നടക്കണമെന്നില്ല. അപ്പോൾ ആദ്യം 25 ആണെങ്കിൽ ഓം നമഃ ശിവായ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്തും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ 30 രുദ്രാക്ഷം ഉള്ള മാലയാണെങ്കിൽ പിന്നെ 30 രുദ്രാക്ഷമുള്ള മാലയാണെങ്കിലും ഈ പറഞ്ഞ റൂട്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്തും മറ്റ് സൗകര്യങ്ങളും എല്ലാം ലഭിക്കും. ഒന്നുകൂടെ പറയാം, 25 രുദ്രാക്ഷമുള്ള മാലയാണെങ്കിൽ നമുക്ക് പിന്നെ സമ്പത്തും മറ്റ് സൗകര്യങ്ങളെല്ലാം ലഭിക്കും. 30 രുദ്രാക്ഷമുള്ള ഒരു മാലയാണെങ്കിൽ ഈ പറഞ്ഞ റൂട്ട് ആഗ്രഹിക്കുന്ന എന്തും സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 54 രുദ്രാക്ഷങ്ങളുള്ള മാല വെച്ച് ഓം നമഃ ശിവായ ചൊല്ലിയാലും നിങ്ങൾക്ക് സമ്പത്ത്, വിവാഹം, കുട്ടികൾ, ജോലിയിൽ ഉയർന്ന സ്ഥാനം മുതലായവ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഏറ്റവും ടോപ്പ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, 108 രുദ്രാക്ഷമുള്ള മാല വെച്ച് ഓം നമഃ ശിവായ ചൊല്ലിയാൽ നമ്മളൊന്നും ആഗ്രഹിക്കേണ്ട കാര്യമില്ല. എല്ലാം നമുക്ക്
നമുക്ക് കിട്ടുമെന്നാണ് ഇതിനകത്ത് പിന്നെ താന്ത്രിക ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് വേറെ ഒന്നും വേണമെന്നില്ല, ഈ മറ്റ് രുദ്രാക്ഷങ്ങളുടെ ഒന്നും കാര്യം ആലോചിക്കണം. 108 രുദ്രാക്ഷമുള്ളൊരു മാല വെച്ചിട്ട് 108 തവണ അതിൻ്റെ ഓരോ ഇതും വെച്ചിട്ട് നമ്മളിങ്ങനെ ജപിക്കുമല്ലോ, ഓം നമഃ ശിവായ എന്ന് പറഞ്ഞ് ഓരോ പിന്നെ രുദ്രാക്ഷവും എടുത്തിങ്ങനെ ആ മാലയിൽ നിന്ന് ഓം നമഃ ശിവായ ചൊല്ലി 108 തവണ ചൊല്ലിയാൽ, ദിവസം ഒരു തവണ, സ്ത്രീകൾ പീരീഡ് ടൈമിൽ ചൊല്ലരുത്, അല്ലാതെ പുരുഷന്മാർക്കൊന്നും ചൊല്ലിയാൽ അവർക്ക് എല്ലാം, ജീവിതത്തിൽ ഒന്നും ചോദിക്കേണ്ട, എല്ലാം കിട്ടുമെന്നാണ് ആ താന്ത്രിക പുസ്തകത്തിൽ പറയുന്നത്. ഇതാണ് ടോപ്പ് സീക്രട്ട്. ഇതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.